നമുക്കിപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥിരീകരണമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായി എന്ന സൂചനയുണ്ടെങ്കിൽ കൂടിയും അത് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. കർണാടകത്തിൽ നിന്ന് പോലീസ് പിടികൂടാൻ നേരത്തെ നീക്കം നടത്തി. പിടികൂടിയാൽ ഹോസ്ദുർഗ് കോടതിയിൽ എത്തിക്കാനായിരുന്നു നീക്കം എന്ന തരത്തിൽ ചില വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസിനുള്ള വിവരം. കോടതിയിൽ ഹാജരാകുമെന്നാണ് പോലീസിനുള്ള വിവരമെന്നാണ് ഇപ്പോൾ ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ പിടിയിലായില്ല എന്ന് പോലീസിന്റെ ഒഫീഷ്യൽ സ്ഥിരീകരണം ദീപക് പറയുകയാണ്. ലാസ്റ്റ് അവർ മംഗലാപുരത്തായിരുന്നു. കേരളത്തിലെ കടക്കും വഴി പിടികൂടാനാണ് നീക്കം എന്നും കേൾക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോസ്ദുർഗ് കോടതിയിലേക്ക് ഹാജരാകുമെന്ന അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കോടതി തുറന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഹോസ്ദുർഗ് കോടതി തുടരുന്നത് പോലീസ് അഭ്യർത്ഥന പ്രകാരമാണെന്ന് പറയുന്നുണ്ട്. വരും വഴിയിൽ പോലീസ് പിടികൂടാൻ പദ്ധതിയിട്ടിരുന്നു, പക്ഷേ നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മംഗലാപുരം ടവർ ലൊക്കേഷനാണ്. രാഹുൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്തപ്പോൾ രാഹുലിന്റെ പക്കൽ തന്നെയാണ് മൊബൈൽ ഫോൺ ഉള്ളത് എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. രാഹുൽ കാസർഗോഡ് ഉണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോഴും വരുന്നു. അവിടെ ഇവൻഫുൾ രാത്രിയാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇന്ന് രാത്രി ഒരു രാഹുലിന് നിർണായകമായ രാത്രിയാണ്. കാരണം ഇനിയും അത്തരത്തിലുള്ള ഒളിവ് ജീവിതം, അത്തരത്തിലുള്ള ഒളിച്ചോട്ടം അത് സാധ്യമല്ല എന്ന അവസ്ഥ വരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വലിയ പ്രതീക്ഷ രാഹുൽ ക്യാമ്പിനും രാഹുൽ അഭിഭാഷകർക്കും ഉണ്ടായിരുന്നു. പക്ഷേ കാര്യകാരണ സഹിതം ആ മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ പരക്കം പായുകയാണ് SIT. രാഹുലിന് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഹോസ്ദുർഗ് കോടതിയിലേക്ക് കീഴടങ്ങാൻ വരും എന്ന പ്രതീക്ഷയിലാണ് അവിടെ നിലനിൽക്കുന്നത്. പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഹോസ്ദുർഗ് കോടതി തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാഹുലിനായി എന്തായാലും ഈ സമയവും ഈ രാത്രിയും വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. അതിനിടയിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി വളരെ പെട്ടെന്ന് സമീപിക്കാൻ രാഹുലിന്റെ അഭിഭാഷക സംഘം തീരുമാനിച്ച വാർത്ത നേരത്തെ ഷഫീദ് റാവുത്തർ പറഞ്ഞിരുന്നു. അത് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുക. അതിൽ തീരുമാനം വരെ പിന്നെയും ഇതേ മട്ടിൽ പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിൽ പല ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പല വണ്ടികൾ മാറിക്കയറി ഒളിവ് ജീവിതം തുടരുക എന്ന് പറയുന്നത് ഒരു രാഹുലിനെ പോലെ ഒരു MLA, ഒരു ജനപ്രതിനിധി, ഒരു മുഖപരിചയമുള്ള എവിടെ പോയാലും ഒരുപക്ഷെ ആളുകൾ തിരിച്ചറിയുന്ന ജനപ്രതിനിധിക്ക് അത് അത്രമേൽ സാധ്യമാവാനിടയില്ല. ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ എന്തും സംഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിന്റെ വലിയ വാഹനം അവിടെയുണ്ട്. DYFI BJP പ്രവർത്തകർ അവിടെയുണ്ട്. പ്രതിഷേധങ്ങൾക്ക് അവരവിടെ കോപ്പ് കൂട്ടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് ഹാജരാകാനെ എത്തുമ്പോൾ അറസ്റ്റ് എന്താണ് പിടികൂടാനാണോ അതോ ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ അസ്തമിച്ചു. അല്ലെങ്കിൽ ഹൈക്കോടതിയാണ് ഇനി അടുത്ത നിയമത്തിന്റെ പോംവഴി. ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം നൽകുക എന്ന് പറഞ്ഞാൽ പിന്നെയും ഈ ഒളിവ് ജീവിതം തുടരുക എന്നതാണ് അർത്ഥം. അത് എത്രത്തോളം സങ്കീർണമാണ് എന്നുള്ള കാര്യം എന്താണ് രാഹുലിന് ഈ പോയ ദിവസങ്ങളിലെ ഒളിവ് ജീവിതത്തിന്റെ മനസ്സിലായിട്ടുണ്ടാവണം. പല ഒളിവ് സ്ഥലങ്ങൾ ഒളിച്ചിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും SITക്ക് ഇപ്പോൾ 8 ദിവസമായും രാഹുൽ എവിടെ എന്നതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഉണ്ടായിരുന്നില്ല. SIT അന്വേഷിക്കാതിരുന്നിട്ടില്ല. മുൻകൂർ ജാമ്യത്തിൽ തീരുമാനം വരട്ടെ എന്ന് കരുതി SIT അന്വേഷിക്കാതിരുന്നിട്ടില്ല. ആദ്യ ഒരു ദിവസം ഒരുപക്ഷെ ആ ഒരു തീരുമാനമുണ്ടെങ്കിൽ പിന്നീട് വളരെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും പിടികൂടുക എന്ന ദൗത്യത്തിൽ അന്വേഷണ സംഘം നാടിന്റെ നാനാഭാഗങ്ങളിൽ പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് കേരളത്തിന് പുറത്തും പൊള്ളാച്ചിയിലും കർണാടകയിലും കമ്പകോടയിലും ഒക്കെ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അവിടുന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ കയ്യിലേക്ക് വന്നിരുന്നില്ല. മാത്രമല്ല ഇന്നിപ്പോൾ അത് പൊളിറ്റിക്കൽ കൂടിയാകുന്നു. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നു ചോദിക്കുന്നത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യലല്ല പോലീസിന്റെയും സർക്കാരിന്റെയും പ്രഥമ പ്രയോറിറ്റി. ഈ വിഷയം ശബരിമല ക്ഷേത്രക്കുള്ള മറച്ചുവെക്കാൻ അതിങ്ങനെ സജീവമാക്കി നിർത്തലാണ്. അതിനുവേണ്ടിയാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. തുടങ്ങിയ രാഷ്ട്രീയ ആരോപണം കൂടി വരുമ്പോൾ സ്വാഭാവികമായും SITക്ക് മേൽ സമ്മർദ്ദമേറും. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.